തട്ടിപ്പ് കേസിൽ അറസ്റ്റിലായ അനന്തു കൃഷ്ണൻ വലിയ വെളിപ്പെടുത്തലുകൾ നടത്തിയിരിക്കുകയാണ്. ഏതൊക്കെ പ്രമുഖർക്ക് എത്ര തുക നൽകിയെന്നതിന്റെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. ആ വിവരങ്ങൾ പോലീസിന് നൽകിയിരിക്കുകയാണ്. പോലീസിന് മൊഴി നൽകിയിരിക്കുകയാണ് അനന്തു കൃഷ്ണൻ. സായി ഗ്രാമം ഗ്ലോബൽ ട്രസ്റ്റ് ചെയർമാൻ ആനന്ദകുമാറിന് 2 കോടി രൂപ നൽകിയെന്നാണ് അനന്തു കൃഷ്ണൻ പറയുന്നത്. ഡീൻ കുര്യാക്കോസ്, ജോയ്സ് ജോർജ് എന്നിവരുടെ ഇലക്ഷൻ ഫണ്ടിലേക്കും ഇടുക്കി CPIM ജില്ലാ സെക്രട്ടറി CV വർഗീസിന്റെ അക്കൗണ്ടിലേക്ക് CPIMനുള്ള തെരഞ്ഞെടുപ്പ് ഫണ്ടും നൽകിയെന്നതിന്റെ തെളിവുകളടക്കമാണ് പുറത്തേക്ക് വരുന്നത്. ഡീൻ കുര്യാക്കോസിന് 40 ലക്ഷം രൂപയും CV വർഗീസിന് 25 ലക്ഷം രൂപയും നൽകിയതിന്റെ വാട്സാപ്പ് ചാറ്റിന്റെ സ്ക്രീൻഷോട്ടും ശബ്ദ സന്ദേശങ്ങളും പോലീസിന് കിട്ടിയിട്ടുണ്ട്. സഹിൻ ആന്റണി ചേരുന്നു വിവരങ്ങളുമായി. സഹിൻ, ആർക്കൊക്കെ എത്രയൊക്കെ കൊടുത്തു എന്നതിന്റെ കണക്കുകളാണ് ഇപ്പോൾ അനന്തു കൃഷ്ണൻ പറയുന്നതല്ലേ? ലക്ഷ്മി പത്മ, അങ്ങനെ തന്നെയാണ്. അതായത് പാതിവില തട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ വെളിപ്പെടുത്തലുകൾ അനന്തു കൃഷ്ണൻ പോലീസിനോട് നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇതിൽ തന്നെ കോടി രൂപ നൽകി എന്നുള്ള വിവരങ്ങളാണ് ആനന്ദ് കൃഷ്ണൻ പോലീസിന് കൈമാറിയിരിക്കുന്നത്. ആനന്ദ് കുമാർ തന്നെ ആയിരുന്നു പല ആളുകളെയും പരിചയപ്പെടുത്തി കൊടുത്തത്. ആനന്ദ് കൃഷ്ണന് പല ആളുകളെയും ഇന്നലെ തന്നെ രാധാകൃഷ്ണൻ വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ പറഞ്ഞിരുന്നു തന്നെ അടക്കം പരിചയപ്പെടുത്തുന്നത് ആനന്ദ് കുമാറാണ് എന്നുള്ള കാര്യം തന്നെയായിരുന്നു പറഞ്ഞിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ രാധാകൃഷ്ണൻ അടക്കമുള്ള ആളുകൾ ആനന്ദ് കുമാറിനെതിരെ വാർത്താ സമ്മേളനവും നടത്തിയിരുന്നു. മാത്രമല്ല ആനന്ദ് കുമാറിനെ ഈ കേസിൽ പ്രതിയേർത്തിട്ടുള്ളതാണ്. ആനന്ദ് കുമാറിന് 2 കോടി രൂപ താൻ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് അനന്തകൃഷ്ണന്റെ വെളിപ്പെടുത്തൽ. മറ്റൊന്ന് ലാലി വിൻസെന്റിന് 46 ലക്ഷം രൂപയാണ് നൽകിയതായി പറയുന്നത്. കൂടാതെ 5 ഇടങ്ങളിൽ ഭൂമി വാങ്ങിയെന്ന് പറയുന്നുണ്ട്. മുട്ടത്ത് 85 ലക്ഷം രൂപയ്ക്ക് 50 സെന്റ് സ്ഥലമാണ് മുട്ടത്ത് വാങ്ങിയത്. കൊടയത്തൂര് 2 സ്ഥലത്ത് ഭൂമി വാങ്ങി. മാത്രമല്ല കൊടയത്തൂര് തന്നെ 50 സെന്റ് ഭൂമിക്ക് 40 ലക്ഷം രൂപ അഡ്വാൻസും കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നു. ഈരാറ്റുപേട്ടയിൽ 23 സെന്റ് സ്ഥലം വാങ്ങി എന്നുള്ളതാണ് മറ്റൊരു വെളിപ്പെടുത്തൽ. കൂടാതെ ഇടുക്കി, മൂവാറ്റുപുഴ, എറണാകുളം തുടങ്ങിയ ഇടങ്ങളിൽ രാഷ്ട്രീയ നേതാക്കൾക്ക് പണം നൽകി എന്ന് പറയുന്നുണ്ട്. ഇതിൽ തന്നെ സർവീസ് സഹകരണ ബാങ്ക് വഴിയാണ് ഈ പണം മുഴുവൻ നൽകിയിരിക്കുന്നത്. രാഷ്ട്രീയ നേതാക്കൾക്ക് നൽകിയ പണം സർവീസ് സഹകരണ ബാങ്ക് വഴി നൽകി എന്ന് പറയുന്നുണ്ട്. തിരഞ്ഞെടുപ്പ് ഫണ്ടിലേക്ക് പണം നൽകിയെന്ന് പറയുന്നുണ്ട്. അതിൽ ഡീൻ കുര്യാക്കോസാണ്. ഇടുക്കി MP ആയിട്ടുള്ള ഡീൻ കുര്യാക്കോസിന് 40 ലക്ഷം രൂപ നൽകിയെന്നാണ് പറയുന്നത്. ഇടുക്കിയിലെ തന്നെ CPMന്റെ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള CV വർഗീസിന് അദ്ദേഹത്തിന് 25 ലക്ഷം രൂപ തെരഞ്ഞെടുപ്പ് ഫണ്ടിലേക്ക് നൽകിയെന്ന് പറയുന്നു. ജോയ്സ് ജോർജിന് ആ പണം നൽകിയെന്ന് പറയുന്നു. ഇത് സംബന്ധിച്ചുള്ള വാട്സപ്പ് ചാറ്റുകളും ശബ്ദ സന്ദേശങ്ങളും പോലീസിന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും നേരത്തെ ലക്ഷ്മി പത്മ സൂചിപ്പിച്ചതുപോലെ തന്നെ വൻ സ്രാവുകളെ അല്ലെങ്കിൽ ഈ പണമിടപാടുമായി ബന്ധപ്പെട്ടുകൊണ്ട് വൻ സ്രാവുകളുടെ എല്ലാം പേരുകൾ പുറത്തേക്ക് വരികയാണ്. പോലീസ് വിശദമായി തന്നെ ഇത് സംബന്ധിച്ചുള്ള ചോദ്യം ചെയ്യൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അനന്തു കൃഷ്ണൻ ഒന്നിടവിട്ട് കാര്യങ്ങൾ പറയാൻ തുടങ്ങിയിരിക്കുന്നു. രാഷ്ട്രീയ നേതാക്കളുടെ ഇടപെടലുകളെ കുറിച്ച് പറയാൻ തുടങ്ങിയിരിക്കുന്നു. ഒപ്പം തന്നെ സായി ട്രസ്റ്റ് പോലെയുള്ള ആനന്ദ് കുമാറിൻ്റെ ഇടപെടലുകളെ കുറിച്ച് പറയാൻ തുടങ്ങിയിരിക്കുന്നു. ലാലി വിൻസെന്റിൻ്റെ ഇടപെടലുകളെ കുറിച്ച് പറയാൻ തുടങ്ങിയിരിക്കുന്നു. ലാലി വിൻസെന്റ് തനിക്ക് 40 ലക്ഷം രൂപ തൻ്റെ ഫീസ് ഇനത്തിലാണ് കിട്ടിയത് എന്നുള്ളതാണ് ലാലി വിൻസെന്റ് പറഞ്ഞു വയ്ക്കുന്നത്. എന്നാൽ 46 ലക്ഷം രൂപ പല ഘട്ടങ്ങളിലായി ലാലി വിൻസെന്റിന് നൽകിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. എന്തായാലും ഈ അനന്തു കൃഷ്ണന്റെ ഈ ഭൂമി ഇടപാട് അടക്കമുള്ള കാര്യങ്ങൾ പോലീസിന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒപ്പം തന്നെ മറ്റു രാഷ്ട്രീയ നേതാക്കളുടെ ഇടപെടലുകളെ സംബന്ധിച്ച് ചോദ്യം ചെയ്തു വരികയാണ്. ഇനിയും BJPയിലെ അടക്കം നേതാക്കളുടെ വിവരങ്ങൾ പുറത്തേക്ക് വരാനുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കിട്ടിയ വിവരങ്ങളാണ് നമ്മൾക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയുന്നത്. ലക്ഷ്മി പത്മ. സഹിൻ, ആനന്ദകുമാർ പറഞ്ഞത് തനിക്ക് ഇതിൽ അപാകതകൾ മനസ്സിലാക്കി മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഇദ്ദേഹത്തിന്റെ ട്രസ്റ്റിൽ നിന്നും വിട്ടുനിന്നു, രാജിവെച്ചു എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോഴാണ് 2 കോടി കൊടുത്തതിന്റെ കണക്ക് അനന്തകൃഷ്ണൻ ഇപ്പോൾ പറയുന്നത്. അങ്ങനെയെങ്കിൽ ആ തുക മടക്കി കൊടുക്കണമല്ലോ. എന്തെങ്കിലും പ്രശ്നം ഉണ്ട് എന്ന് അദ്ദേഹത്തിന് അറിയാമെങ്കിൽ ഉറപ്പായും ആ തുക മടക്കി കൊടുക്കേണ്ടതാണ്. അങ്ങനെ എന്തെങ്കിലും വിവരങ്ങൾ പറയുന്നുണ്ടോ ഇദ്ദേഹത്തിന്റെ രാജിയുമായി ബന്ധപ്പെട്ടോ മറ്റോ ഉള്ള വിവരങ്ങൾ?
മറ്റൊന്ന് ലാലി വിൻസെന്റ് പറഞ്ഞിരിക്കുന്നത് അവർ നിയമോപദേശം മാത്രമാണ് നൽകിയിരിക്കുന്നത്, ഈ ബിസിനസ്സിൽ ഒരു പങ്കാളിത്തവും ഇല്ല എന്നാണ്. നിയമോപദേശത്തിന് വേണ്ടി മാത്രം 46 ലക്ഷം പറ്റുന്ന ഒരു അഭിഭാഷകയാണോ ലാലി വിൻസെന്റ്? അഭിഭാഷക 46 ലക്ഷം രൂപ കൈപ്പറ്റി എന്ന് പറഞ്ഞാൽ അവരാണ് അവരുടെ ഫീസ് തീരുമാനിക്കേണ്ടത്. അവർക്ക് എത്രയാണ് അവരുടെ ഫീസ് എന്ന് അവർ തീരുമാനിക്കേണ്ടതാണ്. 46 ലക്ഷം എൻ്റെ ഫീസാണ് എന്ന് ലാലി വിൻസെന്റ് പറഞ്ഞാൽ ഒരുപക്ഷെ അതിനെ എതിർക്കാൻ നമുക്ക് കഴിയില്ല. പക്ഷേ നമ്മൾക്കറിയാവുന്നതുപോലെ എറണാകുളം അല്ലെങ്കിൽ കേരള ഹൈക്കോടതിയിൽ മണിക്കൂറുകൾക്ക് ലക്ഷങ്ങൾ വാങ്ങുന്ന അഭിഭാഷകരുണ്ട്. ലാലി വിൻസെന്റ് അത്തരത്തിൽ മണിക്കൂറിന് ലക്ഷങ്ങൾ വാങ്ങുന്ന ഒരു അഭിഭാഷകയാണെന്ന് എനിക്കിതുവരെയും തോന്നിയിട്ടില്ല, അല്ലെങ്കിൽ നമ്മളുടെ ഒരു അറിവിൽ അത് കിട്ടിയിട്ടില്ല എന്നുള്ളത്. ഒരുപക്ഷെ നമ്മുടെ ഒരു അറിവിൽ കിട്ടാത്തതായിരിക്കാം. ലാലി വിൻസെന്റിന്റെ മണിക്കൂറുകൾക്ക് ചിലപ്പോൾ ലക്ഷങ്ങൾ വിലയുണ്ടായിരിക്കും. അത് അവരാണ് തീരുമാനിക്കേണ്ടത്. പക്ഷേ 46 ലക്ഷം രൂപ ലാലി വിൻസെന്റ് കൈപ്പറ്റിയിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. അത് പോലീസിന് അത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അത് ഈ തട്ടിപ്പ് കേസിലെ പ്രതിയിൽ നിന്നുമാണ് ലാലി വിൻസെന്റ് ഈ 46 ലക്ഷം രൂപയും വാങ്ങിയിരിക്കുന്നത്. മാത്രമല്ല ലാലി വിൻസെന്റ് പല ഘട്ടങ്ങളിലും ഈ പരാതികൾ ഒതുക്കി തീർക്കുവാൻ വേണ്ടി ഇടപെട്ടിട്ടുണ്ട് എന്നുള്ള ഒരു വിവരവും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഈ അനന്തു കൃഷ്ണനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരാതികൾ ഉയർന്നു വന്നപ്പോൾ ആ പരാതികളെല്ലാം ഒത്തുതീർപ്പാക്കുന്നതിന് വേണ്ടി ഇടപെട്ടിരുന്ന ഒരാളാണ് ലാലി വിൻസെന്റ്. അങ്ങനെ തന്നെ കൃത്യമായ ഒരു ഇടപെടൽ ലാലി വിൻസെന്റ് പല ഘട്ടങ്ങളിലും നടത്തിയിട്ടുണ്ട്. ചിലപ്പോൾ ഒരുപക്ഷെ അതിൻ്റെ കൂടി പ്രതിഫലമായിരിക്കാം ഈ 46 ലക്ഷം രൂപ എന്നുള്ളതും പോലീസ് സംശയിക്കുന്നുണ്ട്. എന്തായാലും ലാലി വിൻസെന്റിനെ മുൻപ് കണ്ണൂരുമായി ബന്ധപ്പെട്ട കേസിൽ പ്രതി ചേർത്തിരുന്നു. ഇനി വരും പരാതികളിലൊക്കെ പരിശോധിച്ച ശേഷമായിരിക്കും പോലീസ് മറ്റ് നടപടികളിലേക്ക് പോകുക. ഈ പണം വാങ്ങിയതിൻ്റെ കൃത്യമായ വിവരങ്ങൾ ഇവരെല്ലാവരും തന്നെ പോലീസിനെ കൈമാറേണ്ടി വരുമെന്നുള്ളത് മനസ്സിലാവുന്നുണ്ട്. അല്ലെങ്കിൽ അതങ്ങനെയാണ്, ഇവർക്ക് വിവരങ്ങൾ കൈമാറേണ്ടതായി വരും. കൂടാതെ ആനന്ദ് കുമാർ, സായി ട്രസ്റ്റിൻ്റെ ചെയർമാനായിട്ടുള്ള ആനന്ദ് കുമാർ, അദ്ദേഹം ഇന്നലെ തന്നെ പറഞ്ഞിരുന്നു തനിക്ക് അനന്തു കൃഷ്ണനുമായി യാതൊരു വിധത്തിലുള്ള പണമിടപാടുകളോ മറ്റു ബന്ധങ്ങളോ ഇല്ല. അനന്തു കൃഷ്ണനെ അറിയാം, അതിൽ കവിഞ്ഞ ബന്ധങ്ങളൊന്നുമില്ല, താൻ ആരെയും പരിചയപ്പെടുത്തി കൊടുത്തിട്ടില്ല എന്ന് തന്നെയായിരുന്നു ആനന്ദ് കുമാർ പറഞ്ഞത്. പക്ഷേ ആനന്ദ് കുമാറിൻ്റെ പല വെളിപ്പെടുത്തലും ഖണ്ഡിച്ചുകൊണ്ട് ലാലി വിൻസെന്റും ഒപ്പം തന്നെ എൻ രാധാകൃഷ്ണൻ അടക്കമുള്ള ആളുകൾ രംഗത്ത് വന്നിരുന്നു. അതുപോലെ തന്നെ അനന്തു കൃഷ്ണനും അദ്ദേഹത്തിൻ്റെ ഈ വെളിപ്പെടുത്തൽ അതിനെ ഖണ്ഡിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. 2 കോടി രൂപ ആനന്ദ്കുമാറിന് നൽകിയിരിക്കുന്നു എന്ന് പറയുന്നു. മറ്റൊന്ന് ഇടുക്കി MP ആയിട്ടുള്ള ജോയ്സ് ജോർജുമായി ബന്ധപ്പെട്ടതാണ്. ജോയ്സ് ജോർജിൻ്റെ തെരഞ്ഞെടുപ്പിന് 40 ലക്ഷം രൂപ താൻ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് അനന്തു കൃഷ്ണൻ്റെ മൊഴി. ഇതൊരു പ്രതിയായിട്ടുള്ള ഒരാൾ നൽകുന്ന മൊഴിയാണ്. അതുകൊണ്ട് തന്നെ എത്രത്തോളം വിശ്വസനീയമാണ് എന്ന് പറയാൻ കഴിയില്ല. പക്ഷേ പോലീസിന് എന്തായാലും കുറച്ച് വാട്സപ്പ് ചാറ്റുകളും ചില ശബ്ദ സന്ദേശങ്ങളും എല്ലാം ലഭിച്ചിട്ടുണ്ട്. അതിന് ഇവർ മറുപടി പറയേണ്ടതായി വരുമെന്ന് പ്രതീക്ഷിക്കാം. ഇനി മറ്റ് എന്തെങ്കിലും അട്ടിമറികളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇടപെടലുകളോ നടന്നാൽ സ്വാഭാവികമായും ഇവരാരും മറുപടി പറയേണ്ടി വരില്ല. നടന്നില്ലെങ്കിൽ ഇവർ മറുപടി പറയേണ്ടതായി വരും. കാരണം ഈ ഒരു തട്ടിപ്പ് പണത്തിൻ്റെ അല്ലെങ്കിൽ ഈ തട്ടിപ്പ് പണത്തിൻ്റെ ഒരു ഭാഗമാണ് ഇവരിലേക്ക് എത്തിയിരിക്കുന്നത്. അത് എങ്ങനെയാണ് ഇവരിലേക്ക് എത്തിയത് എന്നുള്ളത് പരിശോധിക്കേണ്ടി വരും. മറ്റൊന്ന് ഈ അനന്തു കൃഷ്ണൻ നൽകിയിട്ടുള്ള മൊഴി സംബന്ധിച്ചാണ്. ഈ മൊഴി ഇവർക്ക് താൻ ഗിഫ്റ്റായി ഈ പണം കൊടുത്തു എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും പോലീസിന് മറ്റൊന്നും സ്വീകരിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് നമ്മളുടെ പരിമിതമായ ഒരു അറിവ്. അതിൽ മറ്റേതെങ്കിലും തരത്തിൽ ഇനി ഉണ്ടെങ്കിലേ ഉള്ളൂ. പക്ഷേ അതേ സമയത്ത് ഈ തട്ടിപ്പ് പണത്തിൻ്റെ ഒരു പങ്കാണ് ഇവർ കൈപ്പറ്റിയത് എന്ന് വന്നാൽ ഇവർ എല്ലാവരെയും പ്രതിയേർക്കാനുള്ള വകുപ്പ് നിയമത്തിലുണ്ട്. എന്താണ് അയാളുടെ മൊഴിയാണ് ഇതിൽ സുപ്രധാനമായിട്ടുള്ളത്. ഇതുവരെയും ഇയാൾ പണം വാങ്ങിയവരുടെ കണക്ക് വിവരങ്ങൾ, എന്തിനാണ് പണം കൊടുത്തത് എന്നത് സംബന്ധിച്ച് ഇയാൾ തിരഞ്ഞെടുപ്പ് ഫണ്ടിലേക്കാണ് പണം നൽകിയതെന്ന് പറയുന്നുണ്ട്. ഒപ്പം തന്നെ ആനന്ദ് കുമാറിന് എന്തിനാണ് പണം നൽകിയതെന്ന് വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ല. ലാലി വിൻസെന്റിന് 46 ലക്ഷം രൂപ കൊടുത്തു എന്നെല്ലാം പറയുന്നുണ്ട്. ഇത് കൃത്യമായ ഒരു കണക്ക് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ലക്ഷ്മി പത്മ, അനന്തു കൃഷ്ണൻ കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞിരുന്നതാണ്, കൂടുതൽ കാര്യങ്ങൾ താൻ പറയും എന്നുള്ള കാര്യം പറഞ്ഞിരുന്നതാണ്. സന്നദ്ധ സംഘടനകൾക്ക് വേണ്ടിയുള്ള പദ്ധതിയാണ് നടത്തിയതെന്നും അദ്ദേഹം മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായി പറഞ്ഞിരുന്നു. ഇപ്പോൾ ഏതായാലും കൂടുതൽ വിവരങ്ങൾ അനന്തകൃഷ്ണന്റെ ഭാഗത്ത് നിന്ന് പുറത്തേക്ക് വരികയാണ്. പോലീസിന് ഈ വിവരങ്ങൾ മൊഴിയായി അദ്ദേഹം നൽകുകയാണ്. അതിനകത്ത് സായി ഗ്രാമം ഗ്ലോബൽ ട്രസ്റ്റ് ചെയർമാൻ ആനന്ദകുമാറിന് 2 കോടി രൂപ നൽകിയെന്നും ലാലി വിൻസെന്റിന് 46 ലക്ഷം രൂപ നൽകിയെന്നും തെരഞ്ഞെടുപ്പ് ഫണ്ടുകൾ നൽകിയെന്നും അദ്ദേഹം പോലീസിനോട് വെളിപ്പെടുത്തിയിരിക്കുകയാണ്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു സഹിൻ ആന്റണി കൊച്ചിയിൽ നിന്ന്.